വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തെത്തി. പക്ഷേ തലസ്ഥാനത്തെത്തിയപ്പോഴും പ്രധാനമന്ത്രിയുടെ സുരക്ഷയിൽ വലിയ വീഴ്ചകളുണ്ട് എന്ന് BJP ആരോപിക്കുന്നു. അതായത് പ്രധാനമന്ത്രി വരുന്ന സ്ഥലങ്ങളിലൊക്കെ വിളക്കുകൾ കത്തിയില്ല. വഴിവിളക്കുകൾ കത്താതെ ഇരുട്ടിലൂടെയായിരുന്നു നരേന്ദ്രമോദിയുടെ യാത്ര എന്നാണ് പറയുന്നത്. ഇതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുസ്സൂചനകൾ ഉണ്ടോ? ഒരു പ്രധാനമന്ത്രി ഒരു നഗരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തേക്ക് എത്തുമ്പോൾ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും വെളിച്ചം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കേണ്ടത് അതത് സർക്കാരുകളാണ്. അപ്പോൾ പ്രാദേശിക സർക്കാരുകൾ അത് ഒരുക്കിയില്ല എങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് വൻ വീഴ്ചയാണ് വീണത്. ഒരു പ്രധാനമന്ത്രി ഒരു സംസ്ഥാനത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ വരവിന് മുമ്പ് തന്നെ SPG ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ നൽകുന്ന ഗ്രൂപ്പിലെ സംഘം ഇവിടെ എത്തുകയും പരിശോധനകൾ നടത്തുകയും ചെയ്യും. സ്വാഭാവികമായും ഒരു സർക്കാരിൻ്റെ അധികൃതർ, ഇപ്പോൾ ചീഫ് സെക്രട്ടറി ആയിക്കോട്ടെ അല്ലെങ്കിൽ DGP ഉൾപ്പെടെയുള്ളവരായിക്കോട്ടെ, ഞങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്, ഞങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് വാക്കാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജുകൾ കൈമാറാം. കൂടാതെ ഇവർ ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുകയും ചെയ്യാം. പക്ഷേ ഈ സന്ദർശനം ഒട്ടുമിക്ക നടക്കുന്നത് പകൽ സമയത്തായിരിക്കില്ലേ? സ്വാഭാവികമായും രാത്രിയിൽ ഇവിടെ എന്ത് സംഭവിക്കുന്നു? വഴിവിളക്കുണ്ടോ അല്ലെങ്കിൽ വെളിച്ചക്കുറവുണ്ടോ, ആ റോഡിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇതൊന്നും സാധാരണഗതിയിൽ അങ്ങനെ ചെക്ക് ചെയ്യാറില്ല. ഇവിടെ ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വളരെ വലിയ ഒരു ടെൻഷൻ നിലനിൽക്കുന്ന സാഹചര്യമാണ്. പാകിസ്ഥാൻ്റെ ചില പ്രവർത്തനങ്ങൾ മൂലം പൽഗാമിൽ 26 ജീവനുകൾ പൊലിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും വികാരം നമ്മൾ അവർക്കൊരു തിരിച്ചടി കൊടുക്കണമെന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയിട്ട് കര, നാവിക, വ്യോമസേനയ്ക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുമതി നൽകി. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും റിയാക്ട് ചെയ്യാനുള്ള ഒരു പെർമിഷൻ ഇന്ത്യ ഗവൺമെൻറ് സൈന്യത്തിന് നൽകിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിനിടയിലാണ് വിഴിഞ്ഞത്ത് അന്താരാഷ്ട്ര പോർട്ടിൻ്റെ ഉദ്ഘാടനം വരുന്നത്. ഈ ഉദ്ഘാടനത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുമോ എന്ന് പോലും സംശയമുണ്ടായി. പക്ഷേ നരേന്ദ്രമോദി പറഞ്ഞു, ഞാൻ വരും, ഞാൻ ഈ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കും. കാരണം പഹൽഗാം സംഭവം ഉണ്ടായതിനു ശേഷം 2 പൊതുപരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുകയും ഈ ആക്രമണത്തിന് ഉത്തരവാദികളായ ഗൂഢാലോചനയിൽ പങ്കെടുത്തവർക്ക് അർഹമായ ശിക്ഷ നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ ഒരു സാഹചര്യത്തിൽ കാര്യങ്ങളെല്ലാം ആസൂത്രണം ചെയ്യുന്ന പ്രധാനമന്ത്രിക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. അത് പ്രധാനമന്ത്രി ഡൽഹിയിൽ ഇരുന്നാൽ മാത്രമേ പാകിസ്ഥാനെ ആക്രമിക്കുമെന്നോ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം നിറവേറ്റാൻ കഴിയുമോ, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുന്നു. അങ്ങനെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ സുരക്ഷാ സംവിധാനങ്ങളുടെ ചുമതല കേരള പോലീസിനുമുണ്ട്. അപ്പോൾ SPG എന്ന് പറയുന്ന പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് പ്രധാനമന്ത്രിക്ക് സംരക്ഷണം ഒരുക്കുകയാണ്. അല്ലാതെ പ്രധാനമന്ത്രി പോകുന്ന പാതയിലെ വെളിച്ചക്കുറവിൻ്റെ പ്രശ്നമോ പ്രധാനമന്ത്രി പോകുന്ന റോഡിലെ പ്രോബ്ലങ്ങളോ പരിഹരിക്കുകയല്ല. അത് ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരാണ്. എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ഭരിക്കുന്ന ഇടതുമുന്നണി സർക്കാർ കൃത്യമായ രീതിയിൽ പാളിച്ചകൾ തിരുത്തിയില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ. എന്തുകൊണ്ട് അത് ചെയ്തില്ല? മാത്രമല്ല, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇത്രയും വലിയൊരു സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ റോഡിലെ ഒരു വലിയ ഗട്ടറിൽ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം വന്ന് വീണു എന്നിരിക്കാം. എങ്കിൽ പോലും അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതം എത്ര വലുതായിരിക്കും? നമ്മൾ എന്താ ചിന്തിക്കുക? നേരിട്ട് മറ്റൊരു രാജ്യത്തിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും കരുതിയേക്കാം. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അതത് സർക്കാരുകൾ മുൻകൈ എടുത്തില്ല എങ്കിൽ വീഴ്ച അവരുടെ ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ കമാൻഡോ ഉൾപ്പെടെയുള്ള SPG ഉൾപ്പെടെയുള്ള ഒരു വലിയ സൈന്യത്തിൻ്റെ അവരുടെ പ്രൊട്ടക്ഷന് നടുവിലേക്ക് പ്രധാനമന്ത്രി വന്നിറങ്ങുന്നു. ആ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിൽ വെളിച്ചക്കുറവുണ്ട് എന്ന് പറഞ്ഞാൽ അവരെന്താണ് ഞെട്ടുക? ആ വെളിച്ചക്കുറവുള്ള സ്ഥലത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ? ഇപ്പം നമ്മൾ കടലോര മേഖലയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം മുംബൈ പോർട്ടിൽ ഒരു ആക്രമണം നടന്നു എന്ന് പറയുന്നത് വിഴിഞ്ഞം പോർട്ടിലേക്ക് ഒരു ആക്രമണം നടത്താൻ എന്തുകൊണ്ട് പ്രയാസം ഉണ്ടായി കാണും? മാത്രമല്ല, വിഴിഞ്ഞം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും മികച്ച അന്താരാഷ്ട്ര തുറമുഖങ്ങളിലൊന്നായി മാറുകയാണ്. അപ്പോൾ അതിൻ്റെ വികസനം നടക്കാതിരിക്കുക എന്നുള്ളത് പാശ്ചാത്യ രാജ്യങ്ങളിൽ ചിലർക്കെങ്കിലും താല്പര്യം ഉണ്ടാവുമല്ലോ. കാരണം മറ്റു രാജ്യങ്ങളുടെ പോർട്ടിൻ്റെ പ്രസക്തിയാണ് കുറയ്ക്കുന്നത്. അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു നീക്കം നടത്തിയാലോ? അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാരിന്, ഇടതുമുന്നണി സർക്കാരിന് കഴിഞ്ഞില്ല എങ്കിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയിട്ടുണ്ട്. അത് ഏത് ഭാഗത്ത് നിന്ന് ആരാണ് വീഴ്ച വരുത്തിയതെന്ന് കണ്ടെത്തേണ്ട ചുമതല സർക്കാരിനുണ്ട്. അതുകൊണ്ടാണ് സംസ്ഥാനത്തെ BJP നേതൃത്വം ഈ ആരോപണം ഉന്നയിക്കുന്നത്. അപ്പോൾ അവരെ നമുക്ക് കുറ്റം പറയാനും പറ്റില്ലല്ലോ. പറ്റില്ല. കാരണം കേരളത്തിൽ പാകിസ്ഥാൻ സ്നേഹികൾ ഒരുപാട് പേരുണ്ട്. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ തൊട്ടുമ്പോൾ നോവുന്ന ഒരുപാട് പേർ കേരളത്തിലുണ്ട്. എനിക്ക് തോന്നുന്നു പാകിസ്ഥാൻ ഉള്ളതിനേക്കാൾ പാകിസ്ഥാൻ സ്നേഹികൾ കേരളത്തിലാണെന്ന് തോന്നുന്നു. അപ്പോൾ പ്രധാനമന്ത്രിയുടെ വരവിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ അത് പ്രത്യേകിച്ച് സിനിജി തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വഷളായി നിൽക്കുന്ന സമയത്താണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രധാനമന്ത്രി വരുമ്പോൾ ഈ റോഡുകൾ, ആ സമയത്താണ് ഈ റോഡുകളൊക്കെ ഒന്ന് വൃത്തിയായി കിട്ടുന്നത്. കുണ്ടും കുഴികളും പാടില്ല, കാരണം ചീറിപ്പാഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ പ്രധാനമന്ത്രി പോകുമ്പോൾ വഴിവിളക്കുകളൊക്കെ തെളിയണം എന്നുള്ളത് ഒരു പ്രോട്ടോകോൾ കൂടിയാണ്. അതുപോലും പാലിക്കാൻ കഴിയാതെ പ്രധാനമന്ത്രിയുടെ സുരക്ഷയിൽ ആരാണ് വീഴ്ച വരുത്തിയത് എന്നുള്ളത് കൃത്യമായി അന്വേഷിക്കുക തന്നെ വേണം. ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനിങ്ങിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയത് വ്യാഴാഴ്ച വൈകിട്ട് 7:30 ശംഖുമുഖം എയർപോർട്ട് ടെക്നിക്കൽ ഏരിയയിലാണ് പ്രധാനമന്ത്രി വന്നിറങ്ങിയത്. രാജ്യത്തെ ആദ്യ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ്
തുറമുഖം വെള്ളിയാഴ്ച പകൽ 11-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് പഹൽഗാമിന്റെ ഈ സ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്നത്. മാത്രമല്ല വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെ പ്രധാനമന്ത്രി രാജ്ഭവനിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് പുറപ്പെടുമെന്നാണ് വിവരം. സുരക്ഷാ വലയത്തിലുള്ള വാഹന അകമ്പടി നൽകും. റോഡിന് ഇരുവശവും ബാരിക്കേഡ് ഉണ്ടാകും. വിഴിഞ്ഞം തുറമുഖത്ത് വ്യോമസേന ആകാശ സുരക്ഷ ഒരുക്കുമ്പോൾ സൈനിക കപ്പലുകളും അന്തർവാഹിനിയും ഉപയോഗിച്ച് നാവികസേന സമുദ്ര സുരക്ഷ ശക്തമാക്കും. മാത്രമല്ല പോലീസിന്റെ കൂടുതൽ ബോംബ് സ്ക്വാഡുകളെയും വിഴിഞ്ഞത്ത് വിന്യസിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം നേരത്തെ പ്രധാനമന്ത്രി വന്നതുപോലെയല്ല. നേരത്തെ ഇപ്പോൾ പ്രധാനമന്ത്രി വരുമ്പോൾ പ്രോട്ടോകോൾ അനുസരിച്ച് നമ്മൾ അതീവ സുരക്ഷ നൽകേണ്ടതാണ്. പക്ഷെ ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ സാഹചര്യം വളരെ ദുർഘടം പിടിച്ചതാണ്. സാഹചര്യത്തിൽ പലപ്പോഴും പിന്നെ തിരുവനന്തപുരം എയർപോർട്ടിൽ ബോംബ് ഭീഷണി നേരിടാറുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നതിന് മുൻപ് തന്നെ. അപ്പോൾ അത്തരത്തിലുള്ള ഭീഷണികൾ, അത്തരത്തിൽ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ, അപ്പോൾ മോദിയുടെ തലയില്ലാത്ത ഒരു ചിത്രമൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും ഭീകരവാദികൾ എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലും പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ടോ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിനിടയ്ക്കാണ് നരേന്ദ്രമോദി വരുന്ന അയ്യങ്കാളി സ്ക്വയറിൽ ഉൾപ്പെടെ അദ്ദേഹം പോകുന്ന സ്ഥലങ്ങളിൽ ഉൾപ്പെടെ വഴിവിളക്കുകൾ കത്തിയില്ല എന്ന് പറയുമ്പോൾ ആ SPGയുടെ വീഴ്ച എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അവർ കൃത്യമായി പകൽ സമയത്ത് വന്ന്, പക്ഷെ അവരെയും നമ്മൾ ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ഒരു പ്രധാനമന്ത്രിയുടെ സുരക്ഷ അവരുടെ കയ്യിലാണ്. അപ്പോൾ രാവും പകലുമില്ലാത്ത സുരക്ഷ കൃത്യമായി, കാരണം രാജ്യത്തിന്റെ കാവൽക്കാരനാണ് പ്രധാനമന്ത്രി. അപ്പോൾ പിന്നെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ പാകിസ്ഥാനെതിരെ അടി തുടങ്ങിക്കോളൂ, ലക്ഷ്യം ചെറുതാണ്, സമയം ചെറുതാണ്, ലക്ഷ്യം വലുതാണ് എന്ന് പറഞ്ഞിട്ട് തലസ്ഥാനത്തേക്ക് കേരളത്തിലേക്ക് വന്നൊരു പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ഭീകരർ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് മോദി സഞ്ചരിക്കുന്ന വഴികൾ ഏതൊക്കെയാണ്, എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഒരു വീഴ്ച സംഭവിച്ചാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ വരുമ്പോൾ. അപ്പോൾ ഇത് ആരുടെ ഭാഗത്തുള്ള വീഴ്ചയാണ്, ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയ വീഴ്ചയാണോ, അത് സ്വാഭാവികമായി സംഭവിച്ചതാണോ എന്നൊക്കെയുള്ളത് കണ്ടെത്തുക തന്നെ വേണം. ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് സുരക്ഷ ഒരുക്കേണ്ടത്, അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികളെല്ലാം തീർത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ചുമതലയാണ്. മാത്രമല്ല കേരളത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു പ്രോജക്റ്റാണ്. ഈ പ്രോജക്റ്റിൻ്റെ അവകാശം മുഴുവൻ LDF സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങളാണ് ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദികൾ, അല്ലെ ഞങ്ങൾക്കാണ് ഇതിൻ്റെ അഭിമാനിക്കാൻ വകയുള്ളതെന്നൊക്കെ പറയുന്നു. അങ്ങനെയുള്ള ഒരു സർക്കാർ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി വരുമ്പോൾ വരുന്ന വഴി ഇന്ന റൂട്ടിലായിരിക്കാൻ വഴി, പ്ലാൻ A പ്ലാൻ B എന്നൊക്കെ പറയില്ല, പ്രധാനമന്ത്രിക്ക് ഒരു റൂട്ടിൽ കൂടെ മാത്രമല്ല സഞ്ചരിക്കുക. അപ്പോൾ ആ ഭാഗത്തൊക്കെ എന്തെങ്കിലും പരിമിതികളുണ്ടോ? എന്തുകൊണ്ട് രാത്രിയിൽ അതുപോലെ വാഹനം ഓടിച്ച് പരിശോധിച്ചില്ല? ഈ ഭാഗത്ത് വെളിച്ചക്കുറവുണ്ടോ, ഈ ഭാഗത്ത് വെച്ച് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞില്ല, വെളിച്ചക്കുറവുള്ള ഭാഗത്ത് വെച്ച് പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലെ ഒരു വണ്ടി, അത് ആംബുലൻസ് ആയിക്കോട്ടെ, ഒരു പോലീസ് ജീപ്പ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു കേടുപാട് സംഭവിച്ചാൽ വലിയ ടെൻഷൻ ഉണ്ടാകും. കാരണം വണ്ടി മുഴുവൻ ബ്ലോക്ക് ആവും, പെട്ടെന്ന് എന്താ സംഭവിക്കുന്നത് മനസ്സിലാകത്തില്ല, അവിടെ ലൈറ്റ് ഉണ്ടാകുന്നു. ഇനി ആ സമയത്ത് ഒരു മഴയും ഇടിവെട്ടും ഒക്കെ കൂടി ഉണ്ടായാലോ, മൊത്തം സാഹചര്യങ്ങൾ മാറി മറിയുന്നില്ലേ? അപ്പോൾ ഏതൊരു സാഹചര്യത്തിലും ഏതൊരു പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെയൊക്കെ മറികടക്കാൻ കഴിയുന്ന സുരക്ഷാ സംവിധാനങ്ങൾ പ്രധാനമന്ത്രിക്ക് ഒരുക്കിയിട്ടാണ് ദേശീയ നേതൃത്വം ഇങ്ങോട്ടേക്ക് അയക്കുന്നത്. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കൊടുക്കുന്ന സുരക്ഷ SPGയുടെ ഉണ്ട്, കമാൻഡോയുടെ ഉണ്ട്, പോലീസിൻ്റെ ഉണ്ട്, പട്ടാളത്തിൻ്റെ ഒക്കെ ഉണ്ട്. പക്ഷേ കേരളം പോലൊരു സംസ്ഥാനത്തേക്ക് വരുമ്പോൾ അതിൻ്റെ ചുമതല വഹിക്കേണ്ട കേരള സർക്കാർ എവിടെയൊക്കെയോ വീഴ്ച വരുത്തി എന്നുള്ളത് വ്യക്തമാണ്. ഈ വീഴ്ച വരുത്തിയവർ ആരൊക്കെയാണെന്ന് കണ്ടെത്തി അവർക്ക് നേരെ കർശനമായ നടപടി സ്വീകരിക്കുക. ഇനി ഒരിക്കൽ കൂടി ഇത്തരത്തിലൊരു സംഭവം ആവർത്തിക്കരുത്. കേരളം എന്ന് പറഞ്ഞാൽ വളരെ സേഫായ ഒരു സ്ഥലമാണെന്ന് നമ്മൾ പറയുമെങ്കിലും ധന്യ നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ അനുകൂലികളായ, പാകിസ്ഥാൻ പ്രേമികളായ നിരവധി ആളുകൾ ഇവിടെയുണ്ട്. അവർ ഒരു ഓലപ്പടക്കം പൊട്ടിച്ചാൽ പോലും ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രി വരുന്ന പാതയിൽ വെളിച്ചക്കുറവ് മൂലമുള്ള പ്രശ്നമോ അതല്ലെങ്കിൽ ഈ പറയുന്ന സുരക്ഷാ സംവിധാനം ഒരുക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ചയോ വരുത്തിയിട്ടുണ്ടെങ്കിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുകയും ഇനി ഒരിക്കലും ആവർത്തിക്കാത്ത തരത്തിൽ കടുത്ത നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയും വേണം. സംസ്ഥാന സർക്കാരാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. എന്നിട്ട് ഒഫീഷ്യലായിട്ട് അത് നമ്മുടെ ജനങ്ങളെയും ഒപ്പം കേന്ദ്ര സർക്കാരിനെയും അറിയിക്കാനുള്ള ചുമതലയും ഉത്തരവാദിത്വവും അവർക്കുണ്ട്. അതൊക്കെ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. തീർച്ചയായിട്ടും.